നമ്മൾ നാലമ്പലം തൊഴാൻ പോവാം കേട്ടോ. വെളുപ്പിന് 4 മണിയായപ്പോൾ കൺമണി എണീറ്റ് നല്ല കളിയിലാണ്. ഞാനും നൈനക്കുട്ടനൊക്കെ കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് പാലായ്ക്കടുത്ത് രാമപുരത്തുള്ള നാലമ്പലത്തിലോട്ടാണ്. നമ്മുടെ അവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 5 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു 8-8:30 ആയപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ വിശന്നതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഹോട്ടലിലേത്. പിന്നെ കൺമണിക്കുട്ടി വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ എണീറ്റത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴാണ്. ചുറ്റും നോക്കിയപ്പോൾ ആൾക്ക് മനസ്സിലായി വീട്ടിലല്ല എന്ന്. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം പോയത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. ഒന്നവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ ഉത്സവമൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. കുളത്തിൽ ധാരാളം മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർക്കൊക്കെ മീനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കൺമണീൻ്റെ മീനെ കാണിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ആളുടെ ശ്രദ്ധ എന്ത് ചെയ്താൽ മീനിലോട്ട് എത്തിയില്ല. നൈനക്കൂട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു എൻട്രൻസിൻ്റെ അടുത്ത് ചെറിയ കമ്മലുകടയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കമ്മൽ എപ്പോഴും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അവിടെ കയറി 1-2 കമ്മലൊക്കെ മേടിച്ചു. ഏട്ടെന്താ കൺമണീനെ കളിപ്പിക്കുകയൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കൂടപ്പാലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതും ആ രാമസ്വാമി ക്ഷേത്രവും തമ്മിൽ ഒരു 5 മിനിറ്റ് അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ എല്ലാ നാലമ്പല ദർശനങ്ങളും നമുക്കൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് കഴിയും. കാരണം എല്ലാം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയാണ് ഈ 4 അമ്പലങ്ങളും ഉള്ളത്. അങ്ങനെ നമ്മൾ ലക്ഷ്മണസ്വാമിയുടെ അമ്പലത്തിലെത്തി. കുറച്ച് സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം കേട്ടോ ഉള്ളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ദർശനമൊക്കെ നടത്തിയിട്ട് അവിടെ തന്നെ എന്താണ് ഒരു ഉപദേവതാ ക്ഷേത്രം പോലെ അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രവും കൂടി ഉണ്ട്. പിന്നെ അവിടുത്തെ ദർശനവും പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അമ്മനകര ഭരതൻ സ്വാമി ക്ഷേത്രത്തിലാണ്. അതും ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും തമ്മിലും വളരെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. അവിടെയും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു വലിയ കുളമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി. പിന്നെ അവിടെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയൊക്കെ ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാമായിരുന്നു. പിന്നെ നമ്മൾ പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രസാദം കിട്ടിയപ്പോൾ നമ്മൾ ആ പഴം പ്രസാദമായിട്ട് കിട്ടിയത് അത് നമ്മൾ കൺമണിക്കുട്ടിക്ക് കൊടുത്തു. പിന്നെ അവിടെ നമുക്ക് പറയൊക്കെ നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ മീനൂട്ടിനുള്ള സൗകര്യമുണ്ട്. അതായത് നമ്മൾ 10 രൂപ നിരക്കിൽ നമുക്ക് അവിടുന്ന് മലരി കിട്ടും. മലരി നമുക്ക് അവിടുത്തെ മീനൂട്ടിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മീനൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മീനൂട്ടിനുള്ളത് മേടിച്ചു. പക്ഷേ മീനൂട്ടിന് കൊടുത്ത പ്രസാദം എൻ്റെ നൈനിക കൂട്ടി ഒരു കുറച്ചതാ വാരി വായിലിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആൾ മീൻ കൊടുക്കുന്നത്. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവരുടെ. അതാണ് പുള്ളിക്കാരിയുടെ ഒരു പോളിസി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടിയരി കഞ്ഞി, പയർ തോരനും പിന്നെ അച്ചാറുമായിരുന്നു അന്നദാനത്തിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്പലത്തിൽ വന്നിട്ട് അന്നദാനമൊക്കെ കഴിക്കാമെന്ന്. നമ്മൾ നേരത്തെ പോയ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പം സമയമൊക്കെ ഇത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്നദാനം കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നദാനം കഴിച്ചു. നമ്മൾ പിള്ളേർക്കും അവിടുന്ന് തന്നെ കൊടുത്തു കേട്ടോ. കൺമണിക്കുട്ടിക്ക് കഞ്ഞിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയും ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതായത് ഈ അമ്പലത്തിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ അന്നദാനത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് മേദിരി സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതും ഇതുപോലെ തന്നെ 1-2 മിനിറ്റ് ഡ്രൈവ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയും പോയി തൊഴുതു പൂജകളൊക്കെ നടത്തി. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നടന്നു. ലാസ്റ്റത്തെ അമ്പലമാണല്ലോ, അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് രാമസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് രാമൻ്റെ അമ്പലത്തിൽ പോയി ദർശനം നടത്തി. അങ്ങനെ ഒരു തിരിച്ച് രാമൻ്റെ അമ്പലത്തിൽ പോയി ദർശനം നടത്തുമ്പോഴാണ് നമ്മുടെ 4 അമ്പലം പൂർത്തിയാവുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ നേര്യമംഗലം വഴി അല്ല വന്നത്. നമുക്ക് വേറൊരു റൂട്ടും കൂടി ഉണ്ട്, പാമ്പള വഴി. അപ്പം നമ്മൾ ആ ഒരു വഴിക്കാണ് വന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു റോഡിൽ. പിള്ളേരൊക്കെ വന്ന വഴിക്ക് ക്ഷീണം കാരണമൊക്കെ